എല്ലാവർക്കും പുതിയ പുതിയ രുചി ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് മാമ്പഴം കൊണ്ട് പുതിയ രുചിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ടേസ്റ്റിലുള്ളൊരു റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ വേണ്ടത് മാമ്പഴം. നല്ല പഴുത്ത മാമ്പഴം എടുക്കാൻ നോക്കുക. നല്ല മധുരമുള്ള മാമ്പഴം. മധുരം കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ ആ കാമ്പുകൾ ഇതിൽ നിന്ന് എടുക്കണം. തൊലി കളഞ്ഞിട്ട് എങ്ങനെയായാലും നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ മാമ്പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കക്കിരി കുക്കുംബർ, കുറച്ച് ടൊമാറ്റോ, തക്കാളി, ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം, അരിയണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾക്ക് എരിവ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും കുരുമുളക് ഇടുക. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മളിനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് കുറച്ച് ക്രിസ്പി ആവുന്ന വിധത്തിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പാനിലും ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭയങ്കരമായിട്ട് റസ്ക് പോലെ ചെയ്യാതെ ഒരു മീഡിയം രൂപത്തിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 1-2 സ്പൂണ് ഈ ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത പാട് ഇത് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടു ടേസ്റ്റാണ്. കിടുക്കാച്ചി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മാമ്പഴ സീസണൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, നമ്മൾക്ക് അടിപൊളിയായിട്ട് മാമ്പഴം കിട്ടുന്ന ടൈമല്ലേ. അപ്പോഴൊക്കെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും സ്നാക്കിനായാലും അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ, ഷെയറൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കണേ. സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോൾ ഓക്കെ, ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബായ്.